എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്തും പറയുന്നു, ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിൻ്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. ശരിയായ നിലപാടുകൾ എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്ന് വരില്ല. അത് കരുതി ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ നമുക്ക് പറ്റില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വിലയിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചാലും ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള സമരം തുടരും. ഞങ്ങളിപ്പോൾ തോറ്റാലും ആ സമരം ഞങ്ങൾ തുടരും. അത്രയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 2026 കൊടുങ്കാറ്റ് പോലെ UDF വരാൻ വേണ്ടി പോകുന്നു, അതിന്റെ തുടക്കമാണ് നിലമ്പൂർ ഫലം. അതിൽ വിശേഷിച്ചൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു വിജയം അവർ നേടിയിരിക്കുകയാണ്. നേടുന്ന സമയത്ത് സ്വാഭാവികമായും ആ വിജയിച്ച വിഭാഗത്തിൻ്റെ നേതാവ് അങ്ങനെ പറയും. അതിന് ഈ വിജയം അവരെ പ്രേരിപ്പിക്കും. പക്ഷേ 2026 തെരഞ്ഞെടുപ്പാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ. BJP വോട്ടുകളുടെ കാര്യത്തിൽ ഞാൻ ഓരോ വോട്ടും വിശദമായിട്ട് നോക്കിയിട്ടില്ല. കുറച്ച് വോട്ട് കുറവാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നൊരു സമയമാണല്ലോ. വന്ന സമയത്ത് സാധാരണഗതിയിൽ വിജയിക്കുന്ന ആളെ അഭിനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുജനാധിപത്യ മര്യാദ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ആദ്യത്തെ പ്രതികരണം തന്നെയാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തിന് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ശരി. എം സ്വരാജിന്റെ വളരെ പക്വമായ പ്രതികരണമാണ്. വിജയിച്ച സ്ഥാനാർത്ഥിയെ അഭിനന്ദിക്കുന്നു. ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. ഇനി എത്ര തോറ്റാലും ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് കൂടി പ്രഖ്യാപിക്കുന്നു എം സ്വരാജ്. എന്തായാലും നമ്മൾ അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അമരമ്പലമടക്കം എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും UDF ആണ് ലീഡ് ചെയ്തത്. അതായത് കരുളായി, അമരമ്പലം അടക്കം LDF ശക്തി കേന്ദ്രങ്ങളും നിലമ്പൂർ നഗരസഭയും അടക്കം 8 തദ്ദേശ സ്ഥാപനങ്ങളിലും ലീഡ് ചെയ്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നത്. ആ വിജയം സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. ട്രെൻഡാണ്, UDFന്റെ ട്രെൻഡാണ്. ആ ട്രെൻഡിന്റെ ഭാഗമാണ് എല്ലാ പഞ്ചായത്തിലും വോട്ട് നേടുക എന്നത്, എല്ലാ പഞ്ചായത്തിലും ലീഡ് നേടുക എന്നത്. അത് ട്രെൻഡിന്റെ ഭാഗമാണ്. 7 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റി, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ലീഡ് നേടിക്കൊണ്ടാണ് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. അത് UDFന്റെ ട്രെൻഡാണ്. നിലമ്പൂരിൽ UDFന് അനുകൂലമായ ട്രെൻഡായിരുന്നു. റൗണ്ടിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞത് LDFന്. 9ാമത്തെ റൗണ്ടിൽ 207 വോട്ടിന്റെ ലീഡ് എടുത്തു. 16ാമത്തെ റൗണ്ടിൽ 236 വോട്ടിന്റെ ലീഡ് എടുത്തു. 18ാമത്തെ റൗണ്ടിൽ 226 വോട്ടിന്റെ ലീഡ് എടുത്തു. ബാക്കി മുഴുവനും 16 റൗണ്ടിലും UDF ആണ്. 16 റൗണ്ടിലും UDF ആണ്. മൊത്തം 8 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. വഴിക്കടവ് മുതൽ അമരമ്പലം വരെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും, അതായത് 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ലീഡ് ചെയ്തുകൊണ്ട് സമഗ്രമായ സമ്പൂർണ്ണമായ വിജയമാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും നിർണായകമായത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം അവിടെ ആര്യാടൻ ഷൗക്കത്ത് കൈവരിച്ചിരിക്കുന്നു. UDFനെ സംബന്ധിച്ച് എക്കാലത്തും അഭിമാനിക്കാവുന്ന വിജയമാണ് നിലമ്പൂരിലേതെന്ന് മാത്രമല്ല 2026 കേളി കൊട്ടായി അവർ